നെന്മാറയിലെ ചെന്താമരയാണ് വിഷയം. ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്ക് ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത്, ഹലോ ചേട്ടാ, നെന്മാറ 2 കുട്ടികളുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയും കൊലപാതകം ചെയ്ത ന്യൂസ് ഒന്ന് റിയാക്ട് ചെയ്യോ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റിക്വസ്റ്റ് ഒന്നും പറയണ്ട, കാര്യം നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. സോ ആ വിഷയം ഒന്ന് റിയാക്ട് ചെയ്യുന്നത് മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് ഞാൻ ഈ ഒരു കമന്റ് ഇങ്ങനെ വന്നതുകൊണ്ട് പേരിൽ മാത്രമാണ് ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. കാര്യം ഈ ഒരു വിഷയം വന്നപ്പോൾ തൊട്ട് എനിക്ക് പറയാനുള്ള, എൻ്റെ പണ്ട് തൊട്ട് എൻ്റെ വീഡിയോസ് ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല, എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഒരുത്തരാണ്. ഓക്കെ, ആൻഡ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിലപ്പം ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല, ചിലർക്ക് ഹേർട്ടായെന്നിരിക്കും. കാര്യം വിശ്വാസമാണല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് തലയ്ക്ക് ഭ്രാന്തായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ എന്താണെന്നുള്ളതൊക്കെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു നമ്മുടെ ചെന്താമരയാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലത്തെ ഈ എടുപിടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനുമായി മരണപ്പെട്ടുള്ള ആ ഒരു അച്ഛനും ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചെന്താമരയുടെ ഈ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പോലീസുകാർ ഒരു കൂസലും കാണിക്കാതെ നടന്നതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാരായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെന്താമര, ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ന്യൂസൊക്കെ കണ്ട് വിചാരിച്ച് ചെന്താമര നാട്ടുകാരായി കിട്ടും, തല്ലിക്കൊല്ലും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇയാൾ പട്ടിണി കിടന്ന് മരിക്കും, നാട്ടിലോട്ട് ഇറങ്ങി വരാതെ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇയാളെ പൊക്കി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് പോലീസുകാരുടെ ഈ പറയുന്ന സ്റ്റേഷന് വെളിയിലായിട്ട് നിന്ന് നാട്ടുകാരിൽ നിന്ന് ബഹളം വെക്കണം, അയാളെ ഇങ്ങോട്ട് ഇറക്കി വിടും, ഞങ്ങൾ തല്ലിക്കൊല്ലാന്ന് പറഞ്ഞുണ്ട്. പക്ഷെ ഒരാളും വിട്ടു കൊടുക്കുന്നില്ലേ. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്ത് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഇവനെ അവന്മാരുടെ ഇടയിലോട്ട് വിട്ടു കൊടുക്കാം, അവരെ അങ്ങ് തല്ലിക്കൊല്ലട്ടെ, ഇവനങ്ങ് തൊലയിട്ട് തീരട്ടെന്ന് അവർക്ക് പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ന്യൂസ് ഇങ്ങോട്ടൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ പോലീസിന്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച, ഇപ്പോഴും അവർക്ക് ചെറിയ എന്തെങ്കിലും വീഴ്ചയാണ്. ആൻഡ് ആ പോലീസ് സ്റ്റേഷനിലെ SHO ആണെങ്കിൽ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആ 2 മരണത്തിന് ഉത്തരവാദി വന്ന് പറയുന്നത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് പറയാണ് ചെറിയ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മേധാവികൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് താഴേക്കടയിൽ നിൽക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവന്മാരെ തല്ലിക്കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റൂലടേ. ഓക്കെ, ഇതിലും ഭേദം ഇങ്ങനെ ഇരിക്കുന്ന ചെറിയ വീഴ്ച എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ ഈ യൂണിഫോം ഊരി വെച്ചിട്ട് കട്ടപ്പാറ എടുത്തിട്ട് കക്കാൻ പോകും. അതാണ് നിങ്ങൾക്ക് ഇതിലും ഭേദം പറ്റിയ പണിയെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവര് എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം പറയുന്നത്, അത് ഇങ്ങോട്ട് വെക്കാം. എന്തിനാണ് സുധാകരനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതെന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഇയാൾ പറഞ്ഞത് സുധാകരനെ ആയിരുന്നില്ല താൻ ലക്ഷ്യം വെച്ചത്. ആദ്യം ലക്ഷ്യം വെച്ചത് ഭാര്യ വിലാസിനിയായിരുന്നു. പക്ഷേ ഈ ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയതും സുധാകരനും അമ്മയ്ക്കും തന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ തീർക്കാൻ കൊലപാതകമല്ലാതെ മറ്റൊരു വഴി ഇല്ലായിരുന്നു. ഈ കൊലയ്ക്ക് തലേ ദിവസം പോലും സുധാകരൻ മദ്യപിച്ച് വീടിന്റെ പരിസരത്തെത്തി തന്നെ ചീത്ത വിളിച്ചു. ഇതോടുകൂടിയാണ് ഇവനെ തീർക്കണം എന്നൊരാഗ്രഹം, ഒരു ലക്ഷ്യം മനസ്സിൽ വന്നത്. അതനുസരിച്ചാണ് പദ്ധതിയിട്ടത്. പുതിയ കൊടുവാൾ വാങ്ങിയത് ഈ എലവഞ്ചേരിയിലാണ്. എലവഞ്ചേരിയിൽ കൊടുവാളിന് പ്രശസ്തമായി അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒട്ടേറെ ചെറു സംഘങ്ങളുണ്ട്. അവരിൽ നിന്നാണ് കൊടുവാൾ വാങ്ങിയത്. കൊല ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊടുവാൾ വാങ്ങി വെക്കുകയും ചെയ്തത്. അതിനുശേഷം സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തിരുന്നു. സുധാകരൻ എല്ലാ ഞായറാഴ്ചയുമാണ് എത്തുക. ഞായറാഴ്ച കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. പക്ഷേ അത് തിങ്കളാഴ്ചത്തേക്ക് മാറുകയായിരുന്നു. ഇയാൾ വന്നതും നേരെ ഈ ഇരുചക്ര വാഹനത്തിൽ ഇരുന്നതും ഓടി വന്ന് വെട്ടുകയായിരുന്നു. ആദ്യം മുട്ടിനാണ് വെട്ടിയത്. മുട്ടിന് വെട്ടിയാൽ പിന്നെ ഓടില്ല എന്ന് ഉറപ്പായിരുന്നു. അതിനുശേഷം കഴുത്തിന്, കാലിന്, തലയ്ക്കും വെട്ടി. ഈ കഴുത്തിന് പിറകിൽ വെട്ടിയത് കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. ഈ സമയത്താണ് സുധാകരന്റെ അമ്മ ഓടിയെത്തിയത്. അപ്പോൾ സുധാകരന്റെ അമ്മയെയും വെട്ടുകയാണ് ഉണ്ടായതെന്നാണ് പ്രതി പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടും തീരില്ല. തന്റെ ലിസ്റ്റിൽ 5 പേരുണ്ട് എന്നാണ് പ്രതി മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പേർ മാത്രമേ തീർന്നിട്ടുള്ളൂ. ഇയാളൊരു സൈക്കോപാത്ത് ആണെന്നും അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയാണ്, അതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നിൽക്കുന്ന ഇവിടുത്തെ നമ്മുടെ നിയമ സംവിധാനം ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ പറയാനും മാത്രം അത്ര വലിയ ആളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഇത്രയും ആസൂത്രിതമായിട്ട് കാലിന് വെട്ടുക, ഓടാതിരിക്കാൻ കാലിന് വെട്ടുക, പിന്നീട് കഴുത്തിന് വെട്ടുക, ഇത്രയും പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാനസിക രോഗം നല്ലടെ വളരെ കൃത്യമായിട്ട് വിശ്വാസത്തിന്റെ അന്ധത കയറിയിട്ട് ചെയ്തേക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഓക്കെ, 2019 മുതൽ ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ്. അതിനുശേഷം ഈ നാട്ടിലേക്ക് പോലും ഈ ഭാര്യ എത്തിയിട്ടില്ല. കാരണം താൻ പുറത്തിറങ്ങിയാൽ തന്നെ വകവരുത്തും ഭർത്താവ് എന്ന് ആ സ്ത്രീക്ക് ഉറപ്പായിരുന്നു. ഇത് കൂടാതെയാണ് ഇവരുടെ ഒരു മകൾ വിവാഹിതയായി കഴിയുകയാണ്. അവർക്ക് ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അടുത്തിടെയാണ് പ്രസവിച്ചത്. ഇതുകൂടാതെ മകളുടെ ഭർത്താവ് അയാൾ നെന്മാറയിലെ തന്നെ ഒരു പോലീസുകാരനാണ്. ഇത്തരം 3 പേരെയാണ് അയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഒരു പക്ഷേ പിടിയിലായിരുന്നെങ്കിൽ ഒരു ക്രൂരകൃത്യം കൂടി ഇയാൾ ചെയ്യുമായിരുന്നു എന്നാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. ഓക്കെ, ഇവർ പറയുന്നുണ്ട്, അതായത് ഇവർക്കാണെങ്കിൽ ഒരു മകളുണ്ട്, ആ മകൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുകൂടായിട്ടുണ്ട്, ഹസ്ബൻഡ് ഇന്ന പോലെ ഇന്ന പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, അവരുടെ അഡ്രസ്സ് കൂടെ എഴുതി അയാളുടെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി വെച്ച് കൊടുക്കുക. മീഡിയാസ് ആണ്. ഓക്കെ, ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പണ്ട് നമ്മുടെ ആണെങ്കിൽ മുംബൈയിലെ താജ് ഹോട്ടലിൽ മറ്റേ സ്ഫോടന കാര്യം ഈ തീവ്രവാദ അറ്റാക്ക് ഒക്കെ ഉണ്ടായ ടൈമിലെത്തേക്കിന് അന്നും ഇതേപോലുള്ള മീഡിയാസ് ആയിരുന്നു ആ തീവ്രവാദികൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മീഡിയസിന് മുന്നിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കയറിയിട്ടുണ്ട്, അത്ര ഓഫീസേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് മീഡിയാസ് ആയിരുന്നു. അതേപോലെ ഇവിടെ ഈ പറയുന്ന ഈ കഴിവറ മോനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ഒരു പിഞ്ചു കുഞ്ഞൂടെ അയാളുടെ മകൾക്കാണെങ്കിൽ ജനിച്ചിട്ടുണ്ട്, അപ്പോൾ ആ കുഞ്ഞ് ഇന്ന സ്ഥലത്താണ്. എന്തോന്നടേ ഇത്, ഒരു മര്യാദ വേണ്ട. നിങ്ങൾ മീഡിയാസ് ഒന്നും പറഞ്ഞാൽ എന്തോ തെമ്മാടത്തിലാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിചാരിക്കുന്നു, ശരിയാ, അയാളുടെ അഡ്രസ്സ് ഒന്നും പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞുള്ളൂ എന്നുള്ളത്. ഇത് ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. സഹോദരൻ പറഞ്ഞത് 2 ദിവസത്തിൽ കൂടുതൽ അവന് വിശന്നിരിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവൻ എന്തായാലും തറവാട്ട് വീട്ടിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടെ വിന്യസിക്കാനും തീരുമാനമായി. പക്ഷേ അടുത്തത് സഹോദരന്റെ നെഞ്ചത്ത്
അയാൾ ഇനി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇയാൾ കുറേ പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക ഇയാൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലോട്ട് അടുത്ത ആളോട് കയറിയിട്ടുണ്ട് ഇയാളുടെ സഹോദരൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം സഹോദരനാണ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത് ഇയാൾക്ക് അധികം നേരം വിശന്നിരിക്കാൻ പറ്റത്തില്ല, അയാൾ തിരിച്ചു വരും, ഇന്ന സ്ഥലത്തോട്ട് തന്നെ വരും എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുത്തത് ഇയാളുടെ സഹോദരനാണ്. അതുള്ള കൃത്യമായിട്ട് മീഡിയസിന്റെ മുന്നിലൂടെ ലോകം മൊത്തവും പറഞ്ഞു കൊടുത്തു. അയാൾ കഴിവറമോ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ തന്തയില്ലാത്തതിന് വേണ്ടിയിട്ട്. നിങ്ങൾ എന്തോ ഈ മീഡിയസ് കാണിച്ചു കൂട്ടുന്നത്? കിട്ടുന്ന ഈ പണത്തിന്റെ അധികവും അയാൾ ചെലവഴിച്ചിരുന്നത് ജ്യോതിഷികൾക്ക് കൊടുക്കാനായിരുന്നു. ജ്യോതിഷികൾ എന്ന് പറയുമ്പോൾ പാലക്കാട് പരിസര പ്രദേശങ്ങൾ, തൃശ്ശൂർ, അയാൾ കാണാത്ത ജ്യോതിഷികളില്ലായിരുന്നു. ഈ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ ഒരു ജ്യോതിഷിയെ കണ്ടു. ജ്യോതിഷി പറഞ്ഞു നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് കാരണം. അതനുസരിച്ച് അയാൾ നോക്കിയപ്പോൾ സജിതയെ മുന്നിൽ കാണുന്നു. സജിതയാണെന്ന് ഉറപ്പിക്കുന്നു. കാരണം സജിതയും ഇയാളുടെ ഭാര്യയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇത് കൂടാതെ സമീപത്തെ സ്ത്രീകൾ ഇവരൊക്കെയാണ് തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അയാൾ ധരിച്ചു. പക്ഷേ യഥാർത്ഥ പ്രശ്നം അയാൾ തന്നെയായിരുന്നു. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഓക്കെ, ഇയാളുടെ അന്ധവിശ്വാസം, അതായത് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാണ്, തീവ്രമായിട്ടുള്ള ഏത് വിശ്വാസവും അന്ധവിശ്വാസമാണ്. ആൻഡ് നമ്മുടെ വിശ്വാസങ്ങൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസവും അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ആ രീതിയും അന്ധവിശ്വാസം തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ എലമെന്റിനെ പറ്റി അവിടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ പ്രതിക്ക് എന്തെങ്കിലും എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ഉള്ളതായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കൂടോത്രം? പക്ഷെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങളെ അറിയണത് അയാൾക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസം ഉണ്ട്. ഓരോ ജോത്സ്യനെ കാണാൻ പോയി നീണ്ട മുടിയുള്ള ആളാണ് അത്ര അവന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോളനിയിൽ അവിടെ ഞങ്ങളുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും നിറയെ മുടി. അപ്പൊ അയാൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. അമ്മയെങ്കിലും പോയി ഇനി അച്ഛനെങ്കിലും ഉണ്ടാവും വിചാരിച്ചിട്ട് നീളൻ മുടിയുള്ള ഒരു സ്ത്രീയാണ് ഇവരുടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഏതോ ഒരു കഴിവറ ഒരു തന്തയില്ലാത്തൊരു ജ്യോതിഷനാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓക്കെ, അവനെ പൊക്കനോടെ ഇത് ഈ സെയിം തന്നെ അവിടുത്തെ ഒരു നാട്ടുകാർ പറയുന്നുണ്ട്. വിലാസിന് 10 മാസമായി വിലാസിന് ഇവിടുന്ന് പോയിട്ട്. അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് സജിനെ കൊന്നത്. സജിനെ കൊന്നിട്ട് അപ്പോഴാണ് എൻ്റെ ഭാര്യ പോകാൻ കാരണം ഇവരൊക്കെയാണ്. ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൾ പോയത്. ഇവർ ഫോൺ ചെയ്യുകയാണ്, ഇവരിനെ അറിയിക്കുകയാണ്, പ്രശ്നമൊക്കെ അറിയിക്കുകയാണ് എന്നുള്ള ഭാവത്തിലാണ് ആ ചേച്ചിനെ കൊന്നത്. ഇയാൾക്ക് ഏതോ മന്ത്രവാദി ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പോയപ്പോൾ നിറയെ മുടിയുള്ളവരുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ഭീഷണി എനിക്കും എൻ്റെ മകൾക്കായിരുന്നു. എൻ്റെ കയ്യൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നടക്കും, കയ്യും കാലൊക്കെ ഇങ്ങനെ കാണിക്കും, എൻ്റെ മകൾ എന്നെയാണെന്ന്. പിന്നെ ഞാൻ അവളുടെ അടുത്ത് വിലാസിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. അപ്പോഴത്തെ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞു അയാൾക്ക് ഒരു പരാതിയില്ല, അയാൾ വീട്ടിനുള്ളിലായിരിക്കണം, നിന്നെ എന്തൊക്കെയാണ് കാണിക്കണം, നീ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കും. മന്ത്രവാദം പറ കുറേ എന്തൊക്കെയോ ഏലസ് ഇത്ര വലിയ ഒരു ചിഹ്നം പോലെ ഒരെണ്ണം കഴുത്തിക്ക് തൂക്കിയിട്ടുണ്ട്. കയ്യിൽ കുറേ ചരടൊക്കെ കെട്ടിയിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു, ചരട് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിന് ഷർട്ട് ഊരുമ്പോൾ ഈ സാധനം ഇങ്ങനെ കയറി കെട്ടി തൂക്കിയിരിക്കുകയല്ലേ, ഇതാടുന്നു. അപ്പോൾ അവർ ചെറിയ മാമൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് വലിയ ശക്തി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശക്തിയാണ്, കണ്ടില്ലേ എൻ്റെ കിട്ടുന്നതൊക്കെ ശക്തിയാണ് എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ പോയി കണ്ട മന്ത്രവാദിയെ കുറിച്ച് എന്തെങ്കിലും വിവരം? എനിക്കറിയില്ലപ്പ, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയൂല. അത് എനിക്കറിയില്ല. വിലാസ് എനിക്കറിയാം, ഭാര്യയല്ലേ, അവൾക്ക് അറിയായിരിക്കും. അത് ആദ്യം സജിനെ കൊല്ലുമ്പോൾ അങ്ങനെയായിരുന്നു പറഞ്ഞത്. നീ ഇപ്പോഴും മന്ത്രവാദിൻ്റെ അടുത്ത് പോയി പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരി, ഞങ്ങൾ വലിയ ശക്തി തരാം, ഞാൻ എൻ്റെ കൂടെ വരി, നിനക്ക് നിന്റെ ഭാര്യ ആകുന്ന പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ എൻ്റെ കൂടെ ചേരും. ഓക്കെ, അപ്പം ഇവിടുത്തെ ആണെങ്കിൽ ഈ ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഇയാൾ എവിടെയാണ് തൃശ്ശൂർ ഈ പറയുന്ന പോലെ അന്ധവിശ്വാസത്തിന്റെ ഈ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയേക്കെന്നുള്ള അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്ന വേറൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വെക്കാം. അങ്ങനെ പോകും. ഇപ്പൊ തൃശ്ശൂർ ആവണിയങ്കാട്, പിന്നെ ഏതെങ്കിലും ഓക്കെ, തൃശ്ശൂർ ആവണിയങ്കാട്. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് മാത്രമേ വെച്ചുള്ളൂ. ഫുൾ ലെങ്ത് വീഡിയോക്കകത്ത് പുള്ളി അത് കറക്റ്റ് പറയുന്നുണ്ട് ഈ അന്ധവിശ്വാസത്തിന്റെ സാധനം പറഞ്ഞിട്ട്. അപ്പം തൃശ്ശൂർ ആവണിയങ്കാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റുമുള്ള ഈ ജ്യോതിഷത്തിൽ ഏത് പുന്നാരമോനാണോ ഈ സാധനം പറഞ്ഞു കൊടുക്കുന്നത് അവനെ തൂക്കണവേടെ. ഇതിപ്പോൾ റിപ്പീറ്റഡ്ലി എത്രാമത്തെ കേസാണ് ഇത്. കഷായം ഗ്രീഷ്മയുടെ കേസിലാണെങ്കിൽ മറ്റേ ഷാരോണിനെ വധിക്കാനെ കൊണ്ടുള്ള കാരണം എന്തായിരുന്നു? മെയിൻ മോട്ടീവ് അവർക്ക് ആദ്യം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത ആരായിരുന്നു? ഈ പറയുന്ന പോലത്തെ ഒരു ജ്യോതിഷനായിരുന്നു. അയാൾ എന്താണ് പറഞ്ഞത്? ആദ്യം വിവാഹം കഴിക്കുന്ന ഭർത്താവ് മരണപ്പെടും, അതുകൊണ്ട് ഈ മറ്റേ പട്ടാളക്കാരൻ ചത്തുപോകാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം ഷാരോണെ കഴിക്കുന്നു, അവനെ തല്ലിക്കൊല്ലുന്നു. ഓക്കെ, അല്ല വിഷം കൊടുത്ത് കൊല്ലുന്നു. ഈ സെയിം സാധനം തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നിയമത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ വിശ്വാസങ്ങളുടെ പേരിൽ ഈ അനാചാരങ്ങൾ കാണിക്കുന്നവർക്കെതിരെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ എന്തിനാണ് പേടി? നിങ്ങൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? എനിക്കറിയാൻ പോലെ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലല്ല ഒരു വിശ്വാസവും ഒരു മതവും. അത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇനിയും പറയുന്ന കുറച്ച് കാര്യങ്ങൾ പല ആൾക്കാർക്കും കുറച്ച് പൊളിയുന്ന സാധനങ്ങളായിരിക്കും. ഞാൻ ലാസ്റ്റ് ഈ പറയുന്ന കാന്തപുരം വിഷയത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അധികം വ്യൂവർഷിപ്പോ അല്ലെങ്കിൽ റീച്ച് വാല്യുള്ള കണ്ടന്റ് കാര്യങ്ങളല്ല, പക്ഷേ എൻ്റെ ഒരു നിലപാട് കുറച്ച് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോക്കകത്ത് ഞാൻ കുറച്ച് സാധനം പറഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാർ പറയുകയാണ് നീ മതത്തെ തൊടാറായിട്ടില്ല, നീ വിശ്വാസത്തെ തൊടാറായിട്ടില്ല, നീ എന്തിനു പറയുന്നത്? നിന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു ഞാൻ, പക്ഷേ ഇനി മുതൽ അൺസബ് ചെയ്ത് പോവുകയാണ്, അത് മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഞാൻ അതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയല്ലേ അതിൻ്റെ ഒരു വേറൊരു ഫോർമാറ്റ് അല്ലേ ഇവിടെ സംഭവിച്ചേക്കുന്നത്.
ആ ഒരു കാന്തപുരം വിഷയത്തിൻ്റെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം കൂടെ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഈ നമ്മുടെ ഈ ഒരു വിശ്വാസത്തിലുള്ള സാധനങ്ങൾ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാനും ആചരിക്കാനും എന്ന് വേണം നിങ്ങൾ പറയാനൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇടചേർന്ന് നിൽക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ മഹാ അപരാധമാണ്, ഒരുമിച്ച് ജോലി സ്ഥലത്ത് പോകാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആൻഡ് ആ ഒരു കേസിനകത്താണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഈ നമ്മുടെ ആലുവയിൽ ഇതര മതസ്ഥനായിട്ട് പ്രേമിച്ചെന്ന കാരണത്തിൽ സ്വന്തം മകളെ ആണെങ്കിൽ സ്വന്തം തന്തയാണെങ്കിൽ കമ്പി വെടികൊണ്ട് അടിച്ചു കൊന്നു. ഓക്കെ, തീവ്രമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അപ്പം നിങ്ങൾ ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഇത്ര ടോക്സിക് രീതിയിൽ എടുക്കുന്ന ആൾക്കാരില്ലേ, ആ ടോക്സിക് രീതിയിൽ എടുക്കുന്ന ആൾക്കാർ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ബാക്കിയുള്ളവരോട് ഈ ക്രൂരതകളൊക്കെ കാണിക്കുന്നത്. സോ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അതിലെവിടെയെങ്കിലും ഒരു റോങ് നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, ഇനി നാളെ മുതൽ ഈ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഉസ്താദ് പറഞ്ഞു അതിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കാനോ ഇരിക്കാനോ ഒന്നും പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് എന്തൊക്കെയോ തെറ്റുകളാണെന്നും പറഞ്ഞുകൊണ്ട് നേരെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ ഒന്നും സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊല്ലത്തില്ലേ. കാര്യം അന്യപുരുഷനുമായിട്ട് ഇടപഴകി എന്നുള്ള പേരിലാണല്ലോ. അപ്പോഴും നിങ്ങൾക്ക് പറയാമല്ലോ, വിശ്വാസമല്ലേ, ആരും ചോദ്യം ചെയ്യത്തില്ലല്ലോ. വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് തെമ്മാടത്തിലും ഇവിടെ കാണിക്കാമല്ലോ. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ്ലി പറയാണ്, എല്ലാ മനുഷ്യനും വിശ്വാസം കാര്യങ്ങളൊക്കെ വേണം, അത് നല്ലതാണ്. പക്ഷേ മനുഷ്യൻ്റെ നല്ല രീതിയിലുള്ള നടപ്പിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മുടെ ഓരോ വിശ്വാസങ്ങളും. അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു റോങ് നമ്പർ എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, അതൊരു അന്ധവിശ്വാസമാണ്. ഓക്കെ, അതൊരു അനാചാരമാണെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞിട്ട് മീഡിയാസ് ഈ മരണപ്പെട്ട് സ്വന്തം അച്ഛൻ മരിച്ച് ഇങ്ങനെ തലയ്ക്ക് മേളിൽ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഈ ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്താനെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ സമ്മതിച്ചു. ഓക്കെ, എന്തായാലും ആ കുട്ടികൾ ആ ചാനൽ ചർച്ചയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആരെയാണ് കണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ SI ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ പോലീസ് ഉണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല, 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറുന്നതുകൊണ്ട് അവർക്കും അറിയണില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞും കൊടുത്തു, ഞാനും അച്ഛനും കൂടിയിട്ട് പിന്നെ എഴുതി കൊടുത്ത് കംപ്ലൈന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയാ അന്വേഷിക്കാന്നാ പറയുന്നത്. ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങി വന്നേക്കുന്ന ഒരാളാണ്, അയാൾക്ക് ആ ഒരു നാട്ടിൽ കയറാനോ കാല് കുത്താനോ അനുവാദമില്ല. അതുണ്ടായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയുമ്പോഴത്തേക്കും അവർ അന്വേഷിക്കാമെന്ന്. ഇവർ പിന്നെ എവിടുന്നാണ് ഈ പറയുന്ന സാധനമൊക്കെ തൊലിച്ചുകൊണ്ട് വന്നത്? പോലീസിലെ ഈ പറഞ്ഞേക്കുന്ന SHO ഉണ്ട് സസ്പെൻഡ് ചെയ്തേക്കുന്നത്, അയാളെ എവിടുന്നാണ് ഈ പോലീസുകാരനെ ആക്കിയേക്കുന്നത്? ഇതിപ്പം ഈ കുട്ടികൾ പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുള്ള ആളുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആളുകളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടില്ല. ഒരു സാധാരണക്കാരൻ തൻ്റെ ഒരു അവസ്ഥ പറയാനെ കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ഉദ്യോഗസ്ഥർ നമുക്ക് നിഷേധിക്കപ്പെടുന്ന നീതിയെ വാങ്ങിച്ചു തരാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും എല്ലാം കാവലാവേണ്ടി നിൽക്കേണ്ടുന്ന ആൾക്കാരല്ലേ ഇവർ. അപ്പോൾ ഇവർ അന്വേഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് വിധി വന്നേക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം മീൻസ് അവിടെ പ്രത്യേക നിയമപ്രകാരമാണ് ഇയാളെ ഈ പരോളിന് വിടുന്നത് അല്ലേ. ആ സമയത്ത് ആ നാട്ടിലോട്ട് കാല് കുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ കാല് കുത്തി അയാൾ വിലസി നടക്കണം. അപ്പോഴും പോലീസുകാർ അന്വേഷിക്കട്ടെ എന്ന്. ഇനി എന്തോന്ന് അന്വേഷിക്കണ്ടേ? അയ്യോ, അന്വേഷിക്കേണ്ട കാര്യം വേറെ കുറച്ച് സാധനം കൊണ്ട് അയാളെ വിളിപ്പിക്കുന്നതിൻ്റെ. അന്ന് പരാതി കൊടുത്തതിന് ശേഷം പോലീസ് ആ ഭാഗത്ത് വരികയോ അയാൾ വീട്ടിലേക്ക് നോക്കുകയോ അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. ആ ദിവസം തന്നെ അയാളെ കൊണ്ടുപോയി, 2 പോലീസുകാർ വന്നിട്ട് അയാളെ കൊണ്ടുപോയി. പിന്നെ അതേപോലെ തന്നെ അയാൾ തിരിച്ചും വന്നു. അതിന് CCTV ക്യാമറ ഞാൻ ഫോണിൽ എന്തോ നോക്കിയപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലും കൂടി അയാൾ കയറിയിട്ടില്ല. ഈ സാധനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പോലീസുകാരുടെ അന്വേഷണം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള അവിടുത്തെ SHO അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ക്ലിപ്പോടെ ഞാൻ കൊണ്ടുവെക്കാം. പേടിച്ചിട്ടാണ് നെന്മാറ പോലീസിന് രേഖാമൂലം പരാതി നൽകിയത്. അയാൾ തങ്ങളെ എന്തും ചെയ്യും, സുരക്ഷ വേണമെന്ന്. പക്ഷേ ഉണ്ടായത് പോലീസിന്റെ വലിയ വീഴ്ച. സൈക്കോപാത്ത് എന്ന് പോലും തോന്നിപ്പിക്കുന്ന പകവീട്ടാൻ കാലം കാത്തിരിക്കുന്ന കൊലയാളിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ച ദിവസങ്ങളോളം നാട്ടിൽ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, പോലീസുകാരൊന്നും ചെയ്തില്ല. ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ അകത്തോട്ട് വിളിപ്പിക്കില്ല. നിങ്ങൾ ആ ഒരു വിഷ്വൽസ് ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ നിർത്തിയാണ്. അയാൾ എന്തോ വലിയ രാജാവിനെ പോലെയാണ് ഈ പോലീസുകാർ ട്രീറ്റ് ചെയ്തേക്കുന്നത്. എന്തോന്നില്ല, നിങ്ങൾക്ക് അയാളെ പേടിയായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്രയ്ക്ക് കൂസലില്ല? ഒരാളെ കൊല്ലുമെന്ന് അല്ലെങ്കിൽ ഓൾറെഡി ഒരു കൊലപാതകം നടത്തി ജയിലിൽ നിന്ന് പരോളിന് വന്നിട്ടുള്ള ഒരാൾ അവിടെ അയാൾക്ക് ആ ഒരു നാട്ടിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ അയാൾ ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ പറയുന്ന ഉള്ളിലോട്ട് കയറ്റാതെ വെളി വെച്ചിരുന്ന ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നാണമില്ല. ഇവിടെ എത്രയോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എത്രയോ നല്ല പോലീസുകാരുണ്ട് നമ്മുടെ കേരള പോലീസിൽ. അവർക്കെല്ലാം മാനക്കേടുണ്ടാക്കാൻ നാണക്കേടുണ്ടാക്കാൻ ഇതുപോലെ കുറെ അപരാധങ്ങൾ മതിയല്ലോ. ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്, എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്താൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എൻ്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്താൽ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാൻ എൻ്റെ അച്ഛനും കൂടി വന്നു.
എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതെ ഇരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എന്റെ അവസ്ഥ. ഏതെങ്കിലും രാഷ്ട്രീയ പിൻബലമുള്ള ഒരാളായിരുന്നു ഈ കുട്ടിയെങ്കിൽ ഈ കുട്ടിയുടെ വാക്കിന് വില ഉണ്ടാവില്ലേടെ? ഒരു രാഷ്ട്രീയ പിൻബലം ഇല്ലാതെ അല്ലെങ്കിൽ പൈസയുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പോ ഇല്ലാത്ത ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ അവകാശങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലേ? നമുക്ക് ശബ്ദമുയർത്താൻ പറ്റില്ലേ? ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ആ അച്ഛൻ്റെ കൂടെ ആ കുട്ടിയും വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ളത്. എന്നിട്ടും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ. ചെറിയ വീഴ്ച, ഇതാണ് ചെറിയ വീഴ്ച. ആ കുട്ടി കൂടെ മരണപ്പെട്ടിരുന്നെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോലും ആ കുടുംബത്തിന് ആരും ഇല്ലായിരുന്നു അല്ലേ? ശേഷം അയാൾ അവിടെ നാട്ടിൽ ആളുകളെ പേടിപ്പിച്ച് നടക്കുക തന്നെയായിരുന്നു. അതായത് പോലീസ് വന്നതിന് ശേഷം അങ്ങനെയായിരുന്നു. അതെ അതെ. പിന്നെ അയാൾ രാവിലെ കുളിക്കാനൊക്കെ പോകുമ്പോഴും കടയ്ക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇനിയും ഞാൻ കൊല്ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ പറയുമ്പോഴും അവിടുത്തെ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? ബാടാ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് ലഡ്ഡുവും ജിലേബിയൊക്കെ കൊടുത്ത് അവൻ്റെ അണ്ണാക്കി തിരികെ കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിക്കൂടെ, പോലീസുകാർ അവർ ഇയാളെ ഈ ചെന്താമരം എന്ന് പറയുന്ന കഴിവറ മോനെ പോലീസുകാർ പിടിച്ചിട്ട് നാട്ടുകാരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒരു വീഴ്ച പറ്റി കയ്യിൽ നിന്ന് തെന്നി പോയ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം നാട്ടുകാർ തല്ലിക്കൊല്ലട്ട് ആരാ എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ണടച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് അവനെ ജീവിക്കാൻ വിടുന്നത്? തൂക്കിക്കൊല്ലാൻ പറ്റുന്നത്രയും കൂടുതലും തൂക്കിക്കൊല്ലാൻ ശ്രമിക്കും. ഇല്ല മോളെ, തൂക്കി കൊല്ലൂല. കാര്യം ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമല്ല മോളെ. ഓക്കെ, നമ്മുടെ സിസ്റ്റം മുഴുവൻ ഈ ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ നാണിച്ച് മൂക്കിൽ വിരൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണിപ്പോൾ. കാര്യം ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസേ അല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്നും അല്ലെങ്കിൽ ഇതിപ്പം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പറയുകയാണെങ്കിൽ നേരെ അടുത്തടിക്കാൻ പോകുന്നു. അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്തോന്ന് മാനസിക രോഗം? ഈ കഴിവറമോൻ അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇവനെ കൊടുത്തേക്കുന്ന ആ ജ്യോതിഷനും ഇവനും ആ പോലീസ് ഉദ്യോഗസ്ഥനും ഉത്തരവാദിയാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു മരണത്തിൽ. ഓക്കെ, ഇനി മറ്റേ കമാൽ പാഷയെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരും അയാൾക്ക് പ്രായം കൂടുതലല്ലേ, അതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് വധശിക്ഷ വിധിക്കരുത്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതൊരിക്കലും നീതിപരമായിട്ടുള്ള വിധിയല്ല. കഷായം ഗ്രീഷ്മയ്ക്ക് പ്രായം കുറഞ്ഞതിൻ്റെ പേരിൽ മറ്റേ ഇയാൾക്കാണെങ്കിൽ പ്രായം കൂടിയതിൻ്റെ പേരിൽ. ഓക്കെ, എടാ ഇങ്ങനത്തെ കുറേ പൊന്നു മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ ഇത്രയും വൃത്തിയുടെ രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ പോലും ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതേപോലുള്ള കുറച്ച് ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും ഇയാൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്താ ഇയാൾക്ക് ഒരു വധശിക്ഷ വിധിച്ചാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി? എന്തായാലും വിധിക്കൂല. കാര്യം ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല, നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യം. കാര്യം അന്ന് ലഹരി അടിച്ചിട്ടാണെങ്കിൽ ഒരു മകനാണ് സ്വന്തം അമ്മേനെ വെട്ടിക്കൊന്നു. ഇവിടെ ആതിരയുടെ വധക്കേസിൽ കഠിനംകുളത്താണെങ്കിൽ അവനാണെങ്കിൽ ഈ കഴുത്തറത്ത് കൊന്നു. അതൊക്കെ സർവ്വസാധാരണമാണ്. സോ ഇതെന്താണ് പട്ടാപ്പകൽ ഒരാളെ വെട്ടിക്കൊന്നു? സർവ്വസാധാരണമാണ് അല്ലേ? സർവ്വസാധാരണമായിട്ടുള്ള കാര്യം. ഇത് ആർക്കും നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, പിന്നെ ഇയാൾ സൈക്കോ ആണ്. ഓഫ് കോഴ്സ് ഇയാൾ സൈക്കോ തന്നെയാണ്. എന്ന പേരിൽ ഇയാളെ അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ വെറുതെ വിടാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ ഇയാളെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വെറുതെ വിടാൻ പോകുന്ന ഓരോ ആൾക്കാരെ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നയോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ അനാചാരങ്ങൾ കാണിക്കുന്ന ഓരോ ആളുകളും ഈ പറയുന്ന മാനസിക രോഗികൾ തന്നെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ പലരും നിങ്ങൾ തന്നെ സ്വയമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒരു അന്ധവിശ്വാസിയാണ്. നിങ്ങളൊരു അനാചാരം കാണിക്കുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഇപ്പോഴും പറയാണ്, നമ്മുടെ വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരാൾക്ക് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവരുത്. എല്ലാവർക്കും വിശ്വാസം വേണം. ആ വിശ്വാസങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഈ കാണിക്കുന്ന ഇത്തരം അപരാധങ്ങൾ വിശ്വാസത്തിൻ്റെ തീവ്രത കയറി പിടിച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഈ തീവ്രത കാണിക്കുന്ന ഓരോ ആളുകളും തീവ്രവാദികൾ തന്നെയാണ്. ഓക്കെ, ഇത്തരം എന്തായാലും ഇയാളെ തൂക്കിക്കൊല്ലുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇയാളെ ഇനി കുറേ നാൾ ജയിലിനകത്തിട്ട് ഇപ്പോൾ വധശിക്ഷ വിധിച്ചെന്ന് പറഞ്ഞാലും പ്രായം കണക്കിലെടുത്തിട്ടാണെങ്കിൽ ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കൂല. അങ്ങനെയാണ് നമ്മുടെ നിയമം. മറ്റേ ഇല്ല സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡെനേഡ് എന്ന് പറയുന്നത് പോലെ ഈ നമ്മൾക്ക് നീതി നിഷേധിച്ചൊരു സംഭവമാണ് ഇവിടെ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നീതി നിഷേധിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, കാര്യം കഷായം ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഇനി കമാൽ പാഷയെ പോലുള്ള ആൾക്കാർ പൊങ്ങി വരും. എത്ര നമ്മുടെ നാടിൻ്റെ സാഡ് റിയാലിറ്റിയാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഇതുപോലത്തെ കേസുകളുണ്ടാവും. കാര്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും അപൂർവങ്ങളിൽ അപൂർവമല്ല. ഇനി ഇയാളെ വേറെ ആരെയൊക്കെ കൊല്ലാനെ കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോരാ തന്നെ മീഡിയാസ് ഓരോ ആൾക്കാരുടെ നെയിമും അഡ്രസ്സ് ഉൾപ്പെടെയാണെങ്കിൽ ഇതുപോലെ ഫീഡ് ചെയ്ത് അയാളുടെ അണ്ണാക്കിലോട്ട് തിരികെ കൊടുത്തിട്ടുമുണ്ട്. ഇനി ആരെയൊക്കെ കൊല്ലണമെന്ന് പുതിയ ലിസ്റ്റുകളായിട്ട്. ഓക്കെ, അയാൾ തിരിച്ചിറങ്ങി വരും. ഈ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കുക, ഇത് ആരൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ അയാൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആരൊക്കെയാണെന്നുള്ളത്. അപ്പം നേരെ ഓരോ ആൾക്കാരെ നോട്ട് ചെയ്ത് നോക്കുക. തിരിച്ച് ഇനി എപ്പോഴെങ്കിലും ഇറങ്ങി വരിക, ഇറങ്ങി വന്നിട്ട് ഈ സാധനങ്ങളെയൊക്കെ പൂശുക, പിന്നെ ജയിലിൽ കയറുക. ഇത് തന്നെ പരിപാടി. എന്തോന്നറിയാം ഇതൊക്കെ.